അധ്യായം 63. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നീലിമ ഭൈരവിന്റെ അടുത്തു നിന്നും രക്ഷപ്പെടാനുള്ള സകല വഴി നോക്കുകയായിരുന്നു. വീട്ടിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും തന്നെ കാണാതായ വിവരം അറിഞ്ഞു കാണുമെന്ന് നീലിമ ഊഹിച്ചു. സിദ്ധാർത്ഥ് ചിലപ്പോൾ അന്വേഷിക്കാൻ തന്നെ ശ്രമിക്കില്ല. അവന്റെ യഥാർത്ഥ ഭാര്യയൊന്നുമല്ലല്ലോ ഞാൻ. അഥവാ സിദ്ധാർത്ഥ് തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ കണ്ടെത്തിയേനെ. പക്ഷെ ഇതുവരെ ആരും തന്നെ തിരക്കി വന്നിട്ടില്ല. നീലിമയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. അവൾ ആ വലിയ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള ജനാലപതിയെ തുറന്നു. ഭൈരവ് അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ യാതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് ഇരുന്നിരുന്നത്. ആ മുറിയിൽ തന്നെ അയാളുടെ നിരവധി ഗുണ്ടകൾ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ താണ്ടി നീലിമയ്ക്ക് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് അയാൾക്കറിയാം. പുറത്തേക്ക് നോക്കിയ നീലിമ ഞെട്ടിപ്പോയി. അവൾ അപ്പോൾ ഉള്ളത് ഒരു വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ്. അവിടെ നിന്നും ചാടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. എന്റെ ദൈവമേ, കുറച്ച് താഴെയായിരുന്നേൽ ജനല് വഴിയെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. ഇതിപ്പോ ഇവിടെ നിന്ന് ചാടിയ ജീവൻ പോയത് തന്നെ, നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് നീലിമ ആ മുറി ശരിക്കും ശ്രദ്ധിക്കുന്നത്. മുറിയിൽ ഭൈരവും അവളുമല്ലാതെ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 5-6 പേര് വേറെയുണ്ടെന്നും അവൾ കണ്ടു. നീലിമ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ടാണ് അവരുടെ നിൽപ്പ്. താൻ എങ്ങാനും ചാടി രക്ഷപ്പെടാൻ നോക്കിയാൽ അവരെല്ലാം കൂടി വന്ന് പുറത്ത് കിടക്കുന്നതിന് മുന്നേ റൂമിലിട്ട് തന്നെ തല്ലിക്കൊല്ലുമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ പതിയെ ജനലിന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിൽ വന്നിരുന്നു. അത് കണ്ട ഭൈരവ് ചിരിച്ചു. എന്താ, രക്ഷപ്പെടാൻ തോന്നുന്നില്ലേ? ഭൈരവ് ചോദിച്ചു. അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു. ഇന്ന് എന്തിനാ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നിനക്ക് എന്താ അതുകൊണ്ട് ലാഭം? നീലിമ ഭൈരവിനോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നിന്നെ കൊണ്ട് എനിക്ക് ചില ജോലികൾ ചെയ്യിപ്പിക്കാനുണ്ട്, അതിനാ കൊണ്ടുവന്നത്, ഭൈരവ് പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി. അവൾക്ക് അവൻ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലായില്ല. താനൊരു മോശപ്പെട്ട സ്ഥലത്താണ് എത്തിയിരിക്കുന്നതെന്ന് മാത്രമേ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഭൈരവ് തന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് ധാരണയില്ലായിരുന്നു. അവൾ കണ്ണുകൾ വിടർത്തി നോക്കുന്നത് കണ്ടപ്പോൾ ഭൈരവ് വീണ്ടും ചിരിച്ചു. ആളെ തട്ടിക്കൊണ്ടു വന്നിട്ടാണോ ജോലിക്ക് വെക്കുന്നത്? അല്ലാതെ തന്നെ എത്ര പേരെ കിട്ടും തനിക്ക്? നീലിമ ചോദിച്ചു. ഇതങ്ങനെയല്ല മോളെ, ഈ ജോലിക്ക് അങ്ങനെ എല്ലാവരെയും പറ്റില്ല. കുറച്ച് സൗന്ദര്യവും ശരീരഭംഗിയും ഒക്കെ വേണം. ഇത് രണ്ടും നിനക്കുണ്ടല്ലോ, അതാ നിന്നെ ചൂസ് ചെയ്തേ, ഭൈരവ് പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് ദേഷ്യമാണ് വന്നത്. സത്യം പറ, എന്താ നിങ്ങളും എന്റെ വീട്ടുകാരും തമ്മിലുള്ള ഡീൽ? എന്തിനാ നിങ്ങൾ ഞാൻ അറിയാതെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയത്? അവരെന്തിനാ എന്നെ നിങ്ങൾക്ക് വിറ്റത്? എന്താ എനിക്ക് ഇവിടെയുള്ള ജോലി? നീലിമ ചോദിച്ചു. ഓരോന്നും വേറെ വേറെ പറയണോ, അതോ എല്ലാം കൂടി ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ മതിയോ? ഭൈരവ് പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് ദേഷ്യത്തിൽ പല്ലുകൾ കടിച്ചുകൊണ്ട് നീലിമ അവനെ നോക്കി. നീ എന്നെങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല കൊച്ചേ. നിന്റെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു. എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് അവര് നിന്നെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ നീ ഇവിടെ ചെയ്യാൻ പോകുന്ന ജോലി അത് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വഴിയേ നീ എല്ലാം അറിഞ്ഞോളും, ഭൈരവ് അർത്ഥം വെച്ചു പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് അല്പം ഭയം തോന്നിയെങ്കിലും അവൾ അത് ഭാവിച്ചില്ല. വിൽക്കാൻ ഞാൻ വളർത്തു മൃഗമോ? പാവക്കുട്ടിയൊന്നുമല്ലല്ലോ, പ്രായപൂർത്തിയായ പെണ്ണാണ്. ഞാനങ്ങൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, നീയും ഈ കാണുന്നവർക്ക് ഉള്ളിൽ കിടക്കും. അത്രയും പവർ ഉള്ള ഒരാൾ എന്റെ പുറകിലുണ്ട്, നീലിമ പറഞ്ഞു. അയ്യോ, എവിടെ? നിന്റെ പുറകിൽ ആരെയും കാണുന്നില്ലല്ലോ. നീലിമയെ നോക്കി ഭൈരവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അവന്റെ ഗുണ്ടകളും വലിയ ഏതോ തമാശ കേട്ട പോലെ ആർത്തി ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട നീലിമയ്ക്ക് പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെയായി. വലിയ കോമഡി പറഞ്ഞതല്ലേ, ഞാനും ചിരിച്ചേക്കാൻ വേണേൽ. അല്ല, ഈ നിൽക്കുന്നവരൊക്കെ തന്റെ പാവകളോ മറ്റോ ആണോ ഇത്ര ലോക്കൽ കോമഡി കേട്ട് ചിരിക്കാൻ? നീലിമ പറഞ്ഞു. അത് കേട്ട് ഗുണ്ടകൾ ദേഷ്യത്തോടെ അവളെ നോക്കി. ഭൈരവ് അപ്പോഴും മുഖത്ത് ചിരിമായാതെ തന്നെയാണ് നിന്നത്. കൊച്ചെ നോക്ക്, നിന്റെ ഈ വെപ്രാളവും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന ചിന്തയൊക്കെ കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്ക്. നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാളും ഉയർച്ച അതുകൊണ്ടുണ്ടാകും, ഭൈരവ് പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി. എനിക്കങ്ങനെ വല്ലവനും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും ഞാനുമായി യാതൊരു ഡീലുമില്ല. മര്യാദക്ക് എന്നെ പുറത്തു വിട്, നീലിമ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അനുസരിച്ചാലും ഇല്ലേലും ഇവിടെ നിന്നും നീ പുറത്തു പോവില്ല. ജോലി മര്യാദക്ക് ചെയ്താൽ വല്ലതും തിന്നും കുടിച്ചും ഇവിടെ കഴിയാം, ഭൈരവ് പറഞ്ഞു. അയാളോട് കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കി ചോദിച്ചു. കുറെ നേരമായല്ലോ താൻ ജോലി എന്ന് പറയുന്നു. എന്താ താനീ ഉദ്ദേശിക്കുന്ന ജോലി? നീലിമ ചോദിച്ചു. അപ്പോൾ ഭൈരവ് പറഞ്ഞു. അതോ നോക്ക്, ഇതൊരു ഡാൻസ് ബാർ നടത്തുന്ന ഏജൻസിയാണ്. നീ ചുമ്മാ ഒരുങ്ങിക്കെട്ടി ഞാൻ പറയുന്നത് പോലെ ഒന്ന് നിന്നാ മതി. അപ്പോ ആവശ്യക്കാര് വരും, ബാക്കി അവര് പറയും. അതുപോലെ നീ ചെയ്യണം, ഭൈരവ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ഏകദേശം അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. അവൾ വെറുപ്പോടെ അവനെ നോക്കി. ചി, നാണുണ്ടോ നിനക്കൊക്കെ? ഇമ്മാതിരി തറ പരിപാടി കാണിക്കാനാണോ ഇത്ര ഗുണ്ടകളെയൊക്കെ വെച്ചിട്ട് ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിരുന്നത്? നീലിമ വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ട് ഗുണ്ടകൾ പരസ്പരം നോക്കി. അവർക്ക് അത്ഭുതം നീലിമ അങ്ങനെ സംസാരിച്ചതിലല്ലായിരുന്നു. അത്രയ്ക്ക് ആയിട്ടും ഭൈരവ് ദേഷ്യപ്പെടുന്നില്ല. അയാൾ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എതിർത്ത് സംസാരിക്കുന്നതായി അവരെല്ലാം കാണുന്നത്. അതിന്റെ അതിശയമായിരുന്നു ഗുണ്ടകൾക്ക്. കൊച്ചെ, മനി നിർത്തിക്കോ, നീ എന്തൊക്കെ പറഞ്ഞാലും
ഇനി ഞാനാ നിന്റെ മുതലാളി. ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ നിന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യും. വേഷം കെട്ടി ആളുകൾക്ക് മുന്നിൽ നിൽക്കും, ഡാൻസ് ചെയ്യും, ഗസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നീ ചെയ്യും. അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടിയും വരും. എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. ആരും നിന്നെ ഇവിടെ രക്ഷിക്കാൻ വരില്ല. ഭൈരവ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അയാളുടെ കയ്യിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. പോലീസിൽ അറിയിക്കാമെന്ന് വെച്ചാൽ ഫോണും കയ്യിലില്ല. എങ്ങനെ രക്ഷപ്പെടാമെന്ന് നീലിമ ചിന്തിക്കാൻ തുടങ്ങി. അവൾ കോപത്തോടെ ഭൈരവിന്റെ നേർക്ക് നോക്കി. നീ എന്താണോ വിചാരിച്ചത്? ഞാനൊരു തേർഡ് റേറ്റ് സ്ത്രീയാണെന്നോ? കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളായിട്ടാണോ നിനക്കെന്നെ തോന്നിയത്? ഞാൻ ആരാണെന്ന് വിചാരിച്ച നീ സംസാരിക്കുന്നത്? നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു. നീ ആരായിരുന്നാലും എനിക്കൊരു കോപ്പുമില്ല. നിന്നെ എങ്ങനെ മെരുക്കിയെടുക്കണം എന്നെനിക്കറിയാം. നിന്നെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ടോ ഞാൻ? ഭൈരവ് പറഞ്ഞു. നീലിമ ഭയത്തോടെ ചുറ്റും നോക്കി. ഭൈരവ് കണ്ണുകൊണ്ട് അടുത്തുനിന്ന ആളോട് ഒരു ആംഗ്യം കാണിച്ചു. എന്തോ മനസ്സിലായതുപോലെ അയാൾ അകത്തേക്ക് നടന്നു. തന്നെ വീണ്ടും ബോധം കെടുത്താനുള്ള പരിപാടിയാണെന്ന് നീലിമയ്ക്ക് തോന്നി. അവൾ പറഞ്ഞു, അല്ല മിസ്റ്റർ ഭൈരവ്, നിങ്ങൾ ഇത്രയ്ക്കും വിഡ്ഢിയാണോ? എന്നെയൊക്കെ ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങൂ. എന്നെക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഉപകാരമൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. നീലിമ നിഷ്കളങ്കമായി പറഞ്ഞു. ഭൈരവ് അത് കേട്ട് ചിരിച്ചു. ഞാൻ കൊടുത്ത കാശ് എങ്ങനെ മുതലാക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ ഇതിൽ കൂടുതൽ ആലോചിച്ച് കാട് കയറണ്ട. ഭൈരവ് പറഞ്ഞു. അയാളുടെ സംസാരം സൗമ്യമായിട്ടാണെങ്കിലും അയാളത്ര സൗമ്യനായ ആളല്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അയാളെ എന്തെങ്കിലും പറഞ്ഞു കൂടുതൽ വാശി കയറ്റാൻ നീലിമ ആഗ്രഹിച്ചില്ല. താനുള്ളത് അത്ര സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല എന്നും ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ തന്നെ ഇവിടെ എത്താനും കണ്ടുപിടിക്കാനും വളരെ കഷ്ടപ്പെടുമെന്നും നീലിമയ്ക്ക് അറിയാമായിരുന്നു. ഭൈരവ് വിചാരിച്ചാൽ മാത്രമേ തനിക്ക് ഇവിടെ നിന്നും പുറത്തു കടക്കാൻ സാധിക്കൂ. നീലിമ അയാളെ വീണ്ടും നോക്കി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, അതെ, തനിക്ക് ചെലവായ കാശ് എത്രയെന്ന് പറഞ്ഞാ ഞാൻ അതിന്റെ ഇരട്ടി തരാം. എന്നെയൊന്ന് വിട്ടേക്കാമോ? അല്ലാതെ എന്നെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ഒരിക്കലും ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെയുള്ളൊരു പെണ്ണല്ല, നീലിമ പറഞ്ഞു. അപ്പോൾ ഭൈരവ് അവളെ നോക്കി. പറയ്, എത്രയാണ് അവർ എനിക്കിട്ട വില? നീലിമ ചോദിച്ചു. നീ തന്നെ അതും പറ. എത്രയായിരിക്കും നിന്റെ വില? നിനക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഭൈരവ് പറഞ്ഞു. അപ്പോൾ നീലിമ അയാളെ നോക്കി. അല്പസമയം കഴിഞ്ഞിട്ടും അവൾക്കൊന്നും മിണ്ടാനായില്ല. എന്താ, ഊഹിച്ചു തീർന്നോ? ഭൈരവ് ചോദിച്ചു. അപ്പോഴും നീലിമ മിണ്ടിയില്ല. വാസുദേവനും ഭാര്യയും ആർത്തി പണ്ടാരങ്ങളാണെന്ന് നീലിമയ്ക്കറിയാം. അവർ ഒരിക്കലും ചെറിയൊരു തുകയ്ക്ക് ഇങ്ങനൊരു ഡീലിന് സമ്മതിക്കില്ല എന്ന് അവൾക്ക് തോന്നി. അപ്പോ നീ തോറ്റൂലേ? ശരി, ഞാൻ തന്നെ പറയാം. 5 കോടി, ഭൈരവ് പറഞ്ഞു. അത് കേട്ട് നീലിമ ഞെട്ടിപ്പോയി. അവളുടെ ഭാവം കണ്ട ഭൈരവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗുണ്ടകളെ നോക്കി. ചുറ്റുമുള്ളവരെല്ലാം ഭൈരവ് നീലിമയോട് സൗമ്യമായി ചിരിച്ച് സംസാരിക്കുന്നതിന്റെ അത്ഭുതത്തിലായിരുന്നു. 5 കോടിയോ? എടോ എടോ, തനിക്ക് ഭ്രാന്താണോ? കാശ് വെറുതെ കിട്ടുന്നതാണോ നിനക്കൊക്കെ? ഇമ്മാതിരി മണ്ടത്തരം ആരെങ്കിലും ചെയ്യോ? ഈ പൈസക്ക് വേണമെങ്കിൽ തനിക്ക് വലിയ മോഡലുകളെ വരെ വാടകയ്ക്ക് എടുക്കാമായിരുന്നല്ലോ. എന്നിട്ടാണ് താൻ എന്നെ വാങ്ങിയത്? നീലിമ ചോദിച്ചു. അത് കേട്ട് ഭൈരവ് അവളെ നോക്കി പറഞ്ഞു. മോഡലുകളെ കിട്ടാത്തത് കൊണ്ടൊന്നല്ല ഞാൻ നിന്നെ വാങ്ങിയത്. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. നിന്റെ ഈ സൗന്ദര്യം തന്നെയാണ് ഒന്നാമത്തെ കാരണം, ഭൈരവ് പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് അറപ്പ് തോന്നി. നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല ഞാൻ. അങ്ങനെയൊന്നും ആവാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കഴിയില്ല, നീലിമ ഉറപ്പിച്ചു പറഞ്ഞു. അനുസരിച്ചില്ലേ നിന്നെ കൊന്ന് കടലിൽ താഴ്ത്തും ഞാൻ. എന്നാലും പുറത്തേക്ക് വിടില്ല. അല്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞ ഇരട്ടി തുകയില്ലേ, 10 കോടി, അതിങ്ങ് തന്നേക്ക്. അപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടാം, ഭൈരവ് പറഞ്ഞു. അവൾക്ക് അതിന് കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. നീലിമയാകെ ആശയക്കുഴപ്പത്തിലായി. അത്രയും തുക താൻ എങ്ങനെ കൊടുത്തു വിട്ടുമെന്ന് അവൾ ചിന്തിച്ചു. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അത്ര വലിയ തുക ഉണ്ടാക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവുമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് സിദ്ധാർത്ഥിന്റെ മുഖം കടന്നു വന്നു. താൻ അവന്റെ ആരുമല്ലായിരിക്കാം. വെറും ഒരു എഗ്രിമെന്റ് കല്യാണമല്ലാതെ അവന്റെ ഉള്ളിൽ ഒരു തരി പോലും സ്നേഹം ഉണ്ടായില്ലായിരിക്കാം. എന്നാലും ഒരു വീട്ടിലൊപ്പം താമസിക്കുന്ന ആളല്ലേ താൻ. കാണാതായി ഇത്ര നേരമായിട്ടും അയാൾ എന്താ തന്നെ അന്വേഷിക്കാതിരുന്നത്? അതോർത്തപ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും ഭൈരവിന്റെ അടുത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ബോസ്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് നീലിമയുടെ അടുത്ത് നിന്ന് മാറി എഴുന്നേറ്റു. ആരാ? ഭൈരവ് ചോദിച്ചു. വിഷ ഗ്രൂപ്പ് MD സിദ്ധാർത്ഥ് വിഷ, അയാൾ പറഞ്ഞു. അത് കേട്ട് ഭൈരവിന്റെ മുഖം മാറി. അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ? കടത്തിവിടണ്ട, ഞാനിവിടെ ഇല്ലെന്ന് പറ, ഭൈരവ് പറഞ്ഞു. സോറി ബോസ്, ബോസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി, അയാൾ ജാളിതയിൽ പറഞ്ഞു. ഓ കോപ്പ്, ഭൈരവ് തലയിൽ കൈവച്ചു പോയി. സിദ്ധാർത്ഥിന്റെ പേര് കേട്ടതോടെ നീലിമയുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എവിടെ നിന്നും വീണു കിട്ടിയ ധൈര്യം സംഭരിച്ച് നീലിമ എഴുന്നേറ്റു. അവൾ പുച്ഛത്തോടെ ഭൈരവിനെ നോക്കി. പെട്ടെന്ന് അറ ചവിട്ടി തുറന്നതുപോലെ മുറിയുടെ വാതിൽ പാളികൾ അകത്തേക്ക് തെറിച്ചു വീണു. ഭൈരവും കൂട്ടാളികളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചെക്ക് ഷർട്ടിൽ ഹീറോ ലുക്കിൽ കറുത്ത കണ്ണടയും വെച്ച് വാതിലിന്റെ മുന്നിൽ സിദ്ധാർത്ഥ നിൽക്കുന്നുണ്ടായിരുന്നു.